ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്രൂവ് ആയി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സെലക്ട് കാർഡ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാർഡ് എനിക്ക് തോന്നുന്നത് 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി. ബ്ലൂ ഡാർട്ട് വഴിയാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സെഗ്മെന്റിൽ ഒരു കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഭയങ്കര വാല്യൂ, നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റാറ്റസ് സിമ്പിൾ അങ്ങനത്തെ ഒക്കെ പറഞ്ഞൊരു കാർഡാണ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എന്ന് പറയുന്നത്. ഇവരുടെ ഹൈ എൻഡ് കാർഡ് എന്ന് പറയുന്നത് 70,000 രൂപ ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്ന കാർഡാണ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 4-5 കാർഡ് മാത്രമല്ല കേട്ടോ ക്രെഡിറ്റ് കാർഡായിട്ട്. സ്മാർട്ട് ഏൺ കാർഡ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്മാർട്ട് ഏൺ കാർഡ്. പിന്നെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത് മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. നമുക്ക് വന്നേക്കുന്നത് സ്മാർട്ട് ഏൺ കാർഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്മാർട്ട് ഏൺ കാർഡ് എന്ന് പറയുന്നത് എൻട്രി ലെവൽ കാർഡാണ്. എനിക്കിത് ആക്ച്വലി ഇവരുടെ കാർഡ് ഇത്ര കാലം കിട്ടാത്തതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് പിൻ കോഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് തൃശ്ശൂരും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്ഥലം കിട്ടിക്കുന്നത്. തൃശ്ശൂർ നമ്മുടെ മെയിൻ അഡ്രസ്സ് നിന്ന് ആധാർ അഡ്രസ്സ് തന്നെ നമുക്ക് കിട്ടിയത്. നമുക്ക് ഇൻകം പ്രൂഫോ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ് വഴി തന്നെ നമ്മൾ അപ്ലൈ ചെയ്തത്. നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ ലിങ്ക് ത്രൂ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ് ത്രൂ തന്നെ അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അതിൽ ഒരു റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡ് അല്ല, ഒരു എന്താ പറയുക ക്രെഡിറ്റ് ലിമിറ്റ് ഇൻ ബിറ്റ്വീനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 to 3 3 to 4 ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. 2 to 3 തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. 2 to 3 3 to 4 ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നോക്കുമ്പോൾ പറയാം. കാർഡ് ഇപ്പോൾ തന്നെ ഡെലിവർ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ പാക്കേജിങ് നോർമൽ ഇങ്ങനെ തന്നെ വരിക. ഇത് സ്മാർട്ട് ഏൺ കാർഡിനാണ്. അവൻ്റെ പടം മോളിലൂടെ കൊടുത്തിട്ടതും കാർഡിൻ്റെ ഉണ്ടോ ഇവിടെ പടം മോളുണ്ട്. സ്മാർട്ട് ഏൺ കാർഡ് ബ്ലൂ കളർ കാർഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ ലുക്കിൽ ഇഷ്ടപ്പെടുന്നത് ഇവരുടെ സ്മാർട്ട് ഏൺ കാർഡാണ്. ബാക്കിയെല്ലാം ഒരു ഗോൾഡ് കളറും പ്ലാറ്റിനം കളറൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡ് പൊട്ടിക്കാൻ വഴി ഇതിൻ്റെ ബ്ലൂ ഫോർ എവരി യു അമേരിക്കൻ എക്സ്പ്രസ് സ്മാർട്ട് ഏൺ കാർഡ് ആയിട്ട് ഇവിടെ കാണിക്കാനുണ്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ സംഭവങ്ങളുണ്ട്. ഇത് കട്ട് ചെയ്യേണ്ട ഒട്ടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ കാർഡ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇതിന് ചാർജ് വരുന്നുണ്ട്. സ്മാർട്ട് ഏൺ കാർഡിന് ചാർജ് വരുന്നത് പറയുന്നത് 495 പ്ലസ് GST ആണ് ആനുവലും ജോയിനിങ് ചാർജും വരുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ മെമ്പർഷിപ്പ് റിവാർഡിനാണെങ്കിൽ ജോയിൻ ഫീസ് വരുന്നത് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അപ്ലൈ ചെയ്യണം. എന്താ വെച്ചാൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ബേസ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടി കിട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരു 90% ആൾക്കാർക്കും ഇത് ഇൻകം പ്രൂഫും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഫ് കൊടുക്കാണ്ട് സാധനം കിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അത്യാവശ്യം ഇൻകം പ്രൂഫ് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാണ്ട് അപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് കയ്യിലൊന്നും ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ടത് വെച്ചാൽ അങ്ങനെ കിട്ടില്ലേ കാർഡ്. ഓൾറെഡി കുറേ കാർഡുള്ളവർക്കാണെങ്കിൽ സാധനം കിട്ടില്ല കേട്ടോ. നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളിലത്തെ സാധനങ്ങൾ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്കിതെന്താ ഇത് നമ്മുടെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെയാണ്. ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ലടിച്ചില്ലെങ്കിൽ അതുപോലത്തെ അങ്ങനത്തെ സംഭവമൊക്കെയാണ് വേണ്ട. പിന്നെ നമുക്കൊരു ലെറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഡ് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഇതതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിമിറ്റ് കിട്ടിക്കുന്നത് 3.1 ലാക്കാണ് കിട്ടിക്കുന്നത്. ലിമിറ്റ് കിട്ടിക്കുന്നത് 3.1 ലാക്കാണ് കിട്ടിക്കുന്നത്. മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് 3.5 കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കവിടെ QR കോഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഡയറക്റ്റ് ഇത് കാണിച്ചിരുന്നില്ല. ഇത് അങ്ങനെ കാണിച്ചാൽ 2 സൈഡിലും QR കോഡ് ഉണ്ട് പുല്ല്. പിന്നെ നമുക്ക് ഷെയർ ഒരു കാർഡ് ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് സപ്ലിമെൻ്ററി അമേരിക്കൻ എക്സ്പ്രസ് ഗിഫ്റ്റ് കാർഡ് ടു യുവർ ലവ്ഡ് വൺസ് അറ്റ് നോ അഡീഷണൽ ഫീ ആൻഡ് എൻജോയ്. അത് നമ്മുടെ ആഡ് ഓൺ കാർഡ് സംഭവമാണ്. പിന്നെ റെഫർ മോർ ആൻഡ് ഏൺ മോർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, റെഫറൽ ബേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് യുവർ ജേർണി ബൈ ഏണിംഗ് റിവാർഡ്സ് ഗെറ്റ് അപ് ടു 1,50,000 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ഇൻ എ ഇയർ ജസ്റ്റ് ബൈ റെഫറിങ് യുവർ ഫ്രണ്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് ഇത് ആഡ് ഓൺ കാർഡിന് ചാർജ് വരുന്നുണ്ട് 250 രൂപ പ്ലസ് ടാക്സ് വരുന്നുണ്ട്. പിന്നെ എന്താ ആനുവൽ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 495 രൂപ പ്ലസ് GST. പിന്നെ ഇത്രയും വലിയൊരു സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാർഡ് താഴെ ഇരിക്കുന്നുണ്ടോ, ഞാൻ മാറ്റിയിട്ടില്ല, അതിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് പേരൊക്കെ. പിന്നെ വെൽക്കം ടു യുവർ അമേരിക്കൻ എക്സ്പ്രസ് സ്മാർട്ട് ഏൺ ക്രെഡിറ്റ് കാർഡ് മെമ്പർഷിപ്പ്. ദ കാർഡ് ഈസ് ഡിസൈൻ ടു ഫിൽ യുവർ എവറി ഡേ വിത്ത് റിവാർഡ്സ്. യു ക്യാൻ ഏൺ ആക്സിലറേറ്റഡ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് വെൻ യു സ്പെൻഡ് ഓൺ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഊബർ, ബുക്ക് മൈ ഷോ ആൻഡ് മെനി മോർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏൺ എ 500 rupees വൗച്ചർ ഈച്ച് ടൈം യു റീച്ച് സ്പെൻഡ് മൈൽ സ്റ്റോൺ ഓഫ് 1.2 ലാക്ക് നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് 500 രൂപ വൗച്ചർ കിട്ടും. 1.8 ലാക്ക് കിട്ടുമ്പോൾ 500 രൂപ കിട്ടും. 2.4 ലാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒരു വൗച്ചർ കിട്ടും 500 രൂപ കേട്ടോ. പിന്നെ ഡൗൺലോഡ് ദ അമേരിക്കൻ എക്സ്പ്രസ് ആപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെൽപ്പ് ലൈനും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ അവർ താഴെ പറഞ്ഞിട്ടുണ്ട്.
4 നമുക്ക് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ആദ്യത്തെ ഒരു 90 ഡേയ്സിൽ നമ്മൾ 10,000 rupees സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ വച്ചിട്ട് തിരിച്ചു കിട്ടും. പിന്നെ സ്പെൻഡ് മോർ ആൻഡ് ഗെറ്റ് ആനുവൽ ഫീ വേവ് ഓഫ്. 40,000 നമുക്ക് ആനുവലി സ്പെൻഡ് ചെയ്താൽ പറ്റിയിട്ട് നമുക്ക് ആനുവൽ ഫീസ് വേവ് ഓഫ് കിട്ടും. അതൊരു റീസണബിൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. പിന്നെ ഏൺ ആക്സിലറേറ്റഡ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ഓൺ സെലക്ടഡ് മർച്ചൻസ്, അതായത് ആമസോണിൽ, ഫ്ലിപ്കാർട്ട്, ബുക്ക് മൈ ഷോ, ഇതിലൊക്കെ നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.2 lakh ആകുമ്പോഴും 1.8 lakh ആകുമ്പോഴും 2.4 ആകുമ്പോഴും നമുക്ക് 500 രൂപയുടെ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ 1 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് എവരി 50 rupees സ്പെൻഡ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻ യുവർ ന്യൂ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുക്കാമെന്ന്. മെറ്റൽ കാർഡൊന്നും അല്ല കേട്ടോ, മെറ്റൽ കാർഡ് പ്ലാറ്റിനം കാർഡ് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഗമ്മിരിക്കുന്നുണ്ട്, ഞാനതൊന്നും കളയട്ടെ, അല്ലെങ്കിൽ തൊട്ടി പിടിക്കും ഫുള്ള്. ഓക്കെ, ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത്. ഇത് കാർഡിൻ്റെ ഫ്രണ്ടിലാണ് നമ്പർ. അതാണ് ബോറ് പരിപാടി. ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് കാർഡ്. എൻ്റെ പേര് നിങ്ങൾക്ക് പേര് താഴെ കാണാം, അജയ്. ഞാൻ മുകളിലേക്ക് എൻ്റെ മുകൾ ഭാഗം മാത്രമായിട്ടൊന്ന് ഇതൊന്ന് തൊട്ടി പിടിച്ചാൽ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബ്ലൂ കളർ പ്രത്യേകിച്ച് സ്മാർട്ട് ഗൺ കാർഡ് എന്താ വെച്ചാൽ ഇവരുടെ മറ്റേ പ്ലാറ്റിനം കാർഡൊന്നും വലിയ ഇത്ര കാണാത്ര ലുക്കില്ല. പ്രത്യേകിച്ച് അത് പ്ലാറ്റിനം കളറും ഗോൾഡ് കളറൊക്കെയാണ്. പക്ഷെ അത് ഇത്ര ലുക്കില്ല കേട്ടോ. അത് സത്യം പറയാലോ, കാണാൻ ലുക്ക് ഈ സാധനം തന്നെയാണ് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സ്മാർട്ട് ഗൺ കാർഡ്. എന്താ അത് ഞാൻ ഫുള്ള് മാറ്റിയിട്ടില്ല. ഇതാണ് കണ്ടോ, നമുക്ക് പേരും താഴെ കാണാം അമേരിക്കൻ എക്സ്പ്രസ്. അത് ബ്ലൂ കളറാണ് അമേരിക്കൻ എക്സ്പ്രസ്. ആ ലോഗോ പോലത്തെ ആ സാധനം കണ്ട് അവിടെ കാണാം. എനിക്ക് ആ ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട് സാധനം. മെമ്പർ സിൻസ് 2024 ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് മുമ്പേ ഇത് കിട്ടിയ കാർഡ്, പക്ഷേ ഇഷ്യൂ നമ്മുടെ പിൻകോഡായിരുന്നു. ഇപ്പം എന്തായാലും അത് ഫൈനലി മാറി കിട്ടിയപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇനി എനിക്ക് കിട്ടാനുള്ളത് നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡുമാണ്. അത് കിട്ടാത്ത പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് പിൻകോഡ് കുഴപ്പം, അതാണ് കിട്ടാത്തത്. ബാക്കി എല്ലാ ബാങ്കിൻ്റെ കാർഡിൻ്റെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കാൻ അതിൽ കുറേ കാർഡുണ്ട്. ഇപ്പോൾ എത്ര കാർഡായോ ഞാൻ കുറേ ക്ലോസ് ചെയ്ത് കിട്ടുക എന്ന് വെച്ചാൽ കുറേ നമുക്ക് അതിന് ചാർജസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കുറേ ഞാൻ ആക്ച്വലി വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം എടുക്കുന്നതാണ്. കുറേ നമുക്ക് യൂസിങ് പർപ്പസ് നോക്കിയിട്ട് മാത്രം എടുക്കുന്നതാണ്. പിന്നെ ഞാൻ പ്രീമിയം കാർഡ്സ് എടുക്കാത്തതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് പ്രീമിയം കാർഡ്സിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ്, അങ്ങനത്തെ എയർപോർട്ട് ബുക്കിങ്സ്, ഫ്ലൈറ്റ് ബുക്കിങ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്താലാണ് ശരിക്കും ഫുൾ ബെനിഫിറ്റ് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പോരാത്തതിന് എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ട്രാവലിംഗ് തീരെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രീമിയം കാർഡ്സും എടുക്കാത്തത്. അപ്പോൾ ഇനി ഭാവിയിൽ നമ്മൾ എന്താ പറയുക പുറത്തേക്ക് ഫ്ലൈറ്റ്സും ട്രിപ്പും സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു കാർഡ് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഇത് മാറ്റിയിട്ട് എടുക്കും. എന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി വേറെ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കാർഡ് എടുക്കാൻ അഡീഷണൽ കാർഡ് എടുക്കാൻ ഈ പേര് പണിയൊന്നുമില്ല. ചാർജ് മാത്രം. പിന്നെ ലാസ്റ്റ് ടൈം ആയിട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും എടുക്കട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ആപ്പ് കാണിച്ചു തരാം. ഞാൻ ഫോൺ ചാർജിങ് വെച്ചിരിക്കുന്നു. ഇതാണ് ഒരു ആപ്പ് ഇട്ടാ കേട്ടോ. ഇതിൽ നമ്മുടെ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ആക്ടിവേറ്റ് യുവർ എംഎക്സ് കാർഡ് എന്നൊരു കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് കൊടുക്കുക. അപ്പോൾ ആക്ടിവേറ്റ് കൊടുക്കുമ്പോൾ അവരിവിടെ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ആ 16 digit നമ്പർ അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് നമ്പർ അടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനത് കാർഡ് ആക്ടിവേറ്റ് തരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് സെറ്റപ്പ് ആയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ മെയിൽ കാണുന്നുണ്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് സംഭവം ഉണ്ടോ നോക്കട്ടെ. യുവർ കാർഡ് അക്കൗണ്ട് ഓക്കെ കണ്ടോ, അങ്ങനൊരു മെയിൽ വന്നു. ഞാൻ അക്കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് അതിൽ യൂസർ ID സെറ്റ് ചെയ്യണം. യൂസർ ID ഞാനൊന്ന് സെറ്റപ്പ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ബേസ് ആയിട്ടുള്ള നമ്മുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിമിറ്റഡ് ടൈം ഓഫറാണ്. നമുക്ക് നമ്മുടെ റെഫർ ത്രൂ ലിങ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ട്, എനിക്കും ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പ്രൊമോഷൻ സംഭവമൊന്നുമല്ല. അപ്പം എന്തായാലും അറിയിക്കും അമേരിക്കൻ എക്സ്പ്രസിൻ്റെ പ്രൊമോഷൻ എളുപ്പമൊന്നുമല്ല. പിന്നെ ഇത് കണ്ടോ, ഇതാണ് റെഫറൽ പ്രോഗ്രാമിൽ അവരെ ആപ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ റെഫർ ആൻഡ് ഏൺ ആമസോൺ വോച്ചസ് ഫോർ അപ്രൂവ്ഡ് റെഫറൽ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ റെഫറൽ ബോണസ് ആയിട്ട് നമുക്ക് 5000 റെഫറൽ ബോണസ് പോയിന്റ്സ് ആണ് കിട്ടുക. നിങ്ങൾക്ക് 2000 രൂപ റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കാം. എന്ന് വെച്ചാൽ അത് റെഫറൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് പിന്നെയും
പിന്നെയും എന്താ പറയുക ഈസി ആയിട്ട് കിട്ടും. പിന്നെ അമേരിക്കൻ എക്സ്പ്രസ് മെമ്പർഷിപ്പ് കാർഡിൻ്റെ ലിങ്ക് ഞാൻ വേറെ സെറ്റപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ. ഇപ്പോൾ സ്മാർട്ട് കാർഡ് കാർഡിൻ്റെ ലിങ്കാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ, അല്ല ഈ ലിങ്കും കൊടുക്കട്ടെ. അപ്പോൾ 2 ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ കുറേ പേർക്ക് ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. അല്ല എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോൾ ഇൻകോഡിച്ച് രക്ഷയില്ലാത്തതുകൊണ്ട് പിന്നെ രക്ഷയൊന്നുമില്ലോ. അപ്പോൾ കേരളത്തിൽ ആക്ച്വലി എറണാകുളത്തും ട്രിവാൻഡ്രത്തും ആണ് മെയിൻലി അവരെ വെബ്സൈറ്റിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ മൂന്നെണ്ണത്തിലും അവൈലബിൾ ആണെന്ന് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ കുറേ പേർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളെല്ലാ കമൻറ്റും ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ചെക്ക് എടുത്താക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.